വിശദമായ വാർത്തകൾ നോക്കാം. കണ്ണൂർ ചെറുപുഴ പാടിച്ചാലിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരിച്ച നിലയിൽ. ചെറുപുഴ പാടിച്ചാൽ സ്വദേശികളായ ശ്രീജ, 3 മക്കൾ, ശ്രീജയുടെ രണ്ടാം ഭർത്താവ് ഷാജി എന്നിവരാണ് മരിച്ചത്. മക്കളെ കൊലപ്പെടുത്തി ദമ്പതികൾ ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീനി ആലക്കോട് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീനി, ഒരു കുടുംബത്തിലെ 5 പേരാണ് ആത്മഹത്യ ചെയ്തത്. എന്തായിരുന്നു ഈ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം? എന്തെങ്കിലും വിശദാംശങ്ങൾ ലഭ്യമാണോ? ഈ നാടിനെ തന്നെ നടുക്കിയ ഒരു വലിയ സംഭവമാണ് ഇന്ന് രാവിലെ നടന്നിട്ടുള്ളത്. ഏതാണ്ട് 5:30 മണിയോടെയാണ് ഈ ഷാജിയും ശ്രീജയും ചെറുപുഴ സ്റ്റേഷനിലേക്ക് തങ്ങൾ മരിക്കുന്ന വിവരം വിളിച്ചറിയിക്കുന്നത്. അപ്പോഴാണ് ആൾക്കാർ അവിടെ പോയപ്പോഴാണ് ഇവര് തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത്. എന്തായാലും ഷാജി എന്ന യുവാവും ശ്രീജ എന്ന യുവതിയും ഈ കഴിഞ്ഞ 16-നാണ് മീൻകുളം ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി എന്ന് പറയപ്പെടുന്നത്. ഷാജിക്ക് 2 മക്കളും അതുപോലെ തന്നെ ഭാര്യയുമുണ്ട്. അതുപോലെ തന്നെ ശ്രീജയ്ക്ക് 3 മക്കളും ഭർത്താവുമുണ്ട്. ഈ 3 കുട്ടികളെയും കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഇവർ തൂങ്ങി മരിച്ചതായിട്ട് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ വിഷമകരമായ ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ചെറുപുഴയിൽ നിന്നും കാണാൻ കഴിയുന്നത്. ചെറുപുഴ വാച്ചാൽ, പൊന്നമ്പയിൽ ചീമേനി റോഡിലെ വാച്ചാൽ വങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. ഈ ഷാജി ഇതിനു മുമ്പ്, അതായത് ഈ ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ ഈ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പൊ നാട്ടുകാരാണ് അയാളെ രക്ഷപ്പെടുത്തിയത്. അത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ഇവരുടെ വിവാഹം 16-ന് കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് ശേഷം തന്നെ 3 ദിവസം മുമ്പ് ഈ ഷാജി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് വീണ്ടും ഇത്തരത്തിൽ ഒരു വലിയ ദാരുണമായ മരണം നടന്നിട്ടുള്ളത്. എന്തായാലും ചെറുപുഴ ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ആളുകളൊക്കെ ഇവിടെ തടിച്ചുകൂടിയ ഒരു സ്ഥിതിയാണ് നമുക്കിപ്പോ ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ശരി. കണ്ണൂർ ചെറുപുഴ പാടിച്ചാലിൽ ഒരു കുടുംബത്തിലെ 5 പേരാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെറുപുഴ പാടിച്ചാൽ സ്വദേശികളായ ശ്രീജ, 3 മക്കൾ, ശ്രീജയുടെ രണ്ടാം ഭർത്താവ് ഷാജി എന്നിവരാണ് മരിച്ചത്. മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ദമ്പതികൾ ആത്മഹത്യ ചെയ്തെന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീനിയാലക്കോടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. കിൻഫ്ര പാർക്കിലെ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിൽ സുരക്ഷാ ഓഡിറ്റ് ഇന്ന് മുതൽ ആരംഭിക്കും. ആരോഗ്യവകുപ്പ്, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് സുരക്ഷാ ഓഡിറ്റ്. കൊല്ലത്തെ തീപിടുത്തത്തിന് ശേഷം എല്ലാ മരുന്ന് സംഭരണ കേന്ദ്രങ്ങൾക്കും ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ തിരുവനന്തപുരത്തും തീപിടുത്തമുണ്ടായതോടെയാണ് പരിശോധന ശക്തമാക്കുന്നത്. ആശുപത്രികളിൽ ഫയർ സേഫ്റ്റി ഓഡിറ്റും ഉടൻ ആരംഭിക്കും. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടപ്പെടാനിടയായ തീപിടുത്തം സംബന്ധിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. ആരോഗ്യവകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കിൻഫ്ര തീപിടുത്തത്തിലെ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച ഫയർമാൻ രഞ്ജിത്തിന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകും. ഇന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. രഞ്ജിത്തിന്റെ കുടുംബാംഗങ്ങളിൽ ഒരാൾക്ക് ജോലി നൽകാനും ആലോചനയുണ്ട്. കഴിഞ്ഞ ദിവസം കിൻഫ്രയിലെ KMCL ഗോഡൌണിലുണ്ടായ തീപിടുത്തത്തിലാണ് രഞ്ജിത്ത് മരിച്ചത്. കോട്ടയത്തും കൊല്ലത്തും കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും കൂടുതൽ ധനസഹായം നൽകുന്ന കാര്യത്തിലും തീരുമാനം ഇന്നുണ്ടായേക്കും. ജൂൺ 7 മുതൽ പണിമുടക്ക് പ്രഖ്യാപിച്ച സ്വകാര്യ ബസ് ഉടമകൾ ഇന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജുവിനെ കാണും. ബസ് ഉടമകളുടെ സംയുക്ത സമരസമിതി പണിമുടക്ക് നോട്ടീസ് മന്ത്രിക്ക് നൽകും. വിദ്യാർത്ഥി കൺസെഷന് പ്രായപരിധി നിശ്ചയിക്കണമെന്നും കൺസെഷൻ ചാർജ് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. കൂടാതെ ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷന്റെ റിപ്പോർട്ട് നടപ്പാക്കുക, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ തുടരാൻ അനുവദിക്കുക, നിലവിലെ ബസ് പെർമിറ്റുകൾ നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സംയുക്ത സമരസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. ജൂൺ 7-നാണ് ബസ് പണിമുടക്ക് ആരംഭിക്കുക. ST പ്രമോട്ടർമാരായി പാർട്ടി അനുഭാവികൾക്ക് മാത്രം ജോലി നൽകണമെന്ന ശബ്ദരേഖയെ തള്ളി ആദിവാസി ക്ഷേമ സമിതി. സംഘടനയുടെ നിലപാടല്ല ശബ്ദരേഖയിൽ പറയുന്നതെന്നാണ് AKSന്റെ വാദം. സർക്കാരിനെ കരിവാരിത്തേക്കാനും ആദിവാസികൾക്കിടയിൽ സംഘടനയ്ക്കുള്ള സ്വാധീനമില്ലാതാക്കാനും ബോധപൂർവമായ ശ്രമം നടത്തുന്നുവെന്നും AKS സംസ്ഥാന ഭാരവാഹികൾ ആരോപിച്ചു. എന്നാൽ ശബ്ദരേഖയിലൂടെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയ ജില്ലാ നേതാവിനെതിരെ നടപടിയെടുക്കുമോ എന്ന കാര്യത്തിൽ AKS നിലപാട് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കൈക്കൂലി കേസിൽ പിടിയിലായ പാലക്കാട് പാലക്കയം വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിന്റെ താമസ സ്ഥലത്ത് നിന്ന് 35 ലക്ഷം രൂപ വിജിലൻസ് കണ്ടെടുത്തു. 45 ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപ വിവരങ്ങളും വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. 17 കിലോ നാണയങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. രാവിലെ മഞ്ചേരി സ്വദേശിയുടെ പരാതിയിൽ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിന് 2500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് സുരേഷ് കുമാർ പിടിയിലായത്. അതേസമയം സുരേഷ് കുമാറിന്റെ കുടുംബ വീട്ടിലും വിജിലൻസ് റെയ്ഡ് നടത്തി. തിരുവനന്തപുരം ഊരൂട്ടമ്പലം ഗോവിന്ദമംഗലത്തെ വീട്ടിലായിരുന്നു റെയ്ഡ്.
സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സർക്കാർ സ്ഥാപനമായ സ്പേസ് പാർക്കിൽ ജോലി നേടിയെന്ന കേസ് ഇന്ന് കോടതി പരിഗണിക്കും. കേസ് പരിഗണിക്കുന്ന ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 ദിവസം അവധിയായതിനാൽ മറ്റേതെങ്കിലും കോടതി കേസ് പരിഗണിക്കണമെന്ന് കാട്ടി സ്വപ്ന സുരേഷ് ഹർജി സമർപ്പിച്ചിരുന്നു. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് 4 കേസ് പരിഗണിക്കുന്നത്. സ്വപ്ന നേരിട്ട് കോടതിയിൽ ഹാജരാകും. സ്പേസ് പാർക്കിലെ നിയമനത്തിനായി വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് നൽകിയെന്നാരോപിച്ച് കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസിൽ സ്വപ്ന സുരേഷ് 1ാം പ്രതിയും പഞ്ചാബ് സ്വദേശി സച്ചിൻ ദാസ് 2ാം പ്രതിയുമാണ്. പോലീസ് സമർപ്പിച്ച കുറ്റപത്രം കോടതി നേരത്തെ അംഗീകരിച്ചിരുന്നു. അതേസമയം തന്റെ നിയമനം നടത്തിയത് ശിവശങ്കറാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്വപ്ന. വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെങ്കിൽ ശിവശങ്കറിനെ ചോദ്യം ചെയ്യണമെന്നും സ്വപ്ന സുരേഷ് ആവശ്യപ്പെട്ടിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട കൊച്ചിയിലെ മാലിന്യ പ്രശ്നം സജീവ ചർച്ചയാക്കി കോൺഗ്രസ്. ഡിസിസിയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. ഇതിനിടെ ബ്രഹ്മപുരത്ത് പുതിയ പദ്ധതികൾ കൊച്ചി കോർപ്പറേഷൻ പ്രഖ്യാപിച്ചു. കൊച്ചി കോർപ്പറേഷനിൽ മാത്രമല്ല UDF ഭരിക്കുന്ന നഗരസഭകളിലും മാലിന്യ പ്രശ്നം രൂക്ഷമാണെന്ന വാദമുയർത്തി പ്രതിരോധിക്കാനാണ് CPMന്റെ നീക്കം. ബ്രഹ്മപുരത്തെ മാലിന്യപ്പുക അണഞ്ഞുവെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ ഇപ്പോഴും കത്തിപ്പടരുകയാണ് കൊച്ചിയിലെ എക്കാലത്തെയും തീരാദുരിതമായ മാലിന്യ പ്രശ്നം. ബ്രഹ്മപുരത്തിനു പകരം മറ്റൊരു പദ്ധതി കോർപ്പറേഷൻ ആസൂത്രണം ചെയ്യുകയാണെങ്കിലും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മാലിന്യ പ്രശ്നം സജീവ ചർച്ചയാക്കി നിലനിർത്തുകയാണ് കോൺഗ്രസ്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ വാഹന പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. കൊച്ചി കോർപ്പറേഷന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ജാഥ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഉദ്ഘാടനം ചെയ്തത്. എന്നാൽ കോൺഗ്രസിന്റെ വാഹന പ്രചരണ ജാഥയ്ക്ക് LDFന്റെ മറുപടി ഇങ്ങനെ: ഈ തൃക്കാക്കര ആരാ ഭരിക്കണത്? ചേരാനല്ലൂർ ആരാ ഭരിക്കണത്? കളമശ്ശേരി ആരാ ഭരിക്കണത്? ഞാൻ പറഞ്ഞ ഇതൊന്നും പൊളിറ്റിക്കലായിട്ട് നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഇത് എന്തിനാണ് നമ്മുടെ 2 മന്ത്രിമാര് വന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളോട് ചർച്ച ചെയ്തെന്തിനാ? MP MLA മാരോടൊക്കെ ചർച്ച ചെയ്തെന്തിനാ? ഈ കാര്യത്തിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ പോകരുതെന്നുള്ളത് കൊണ്ടാണ്. ഇത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കൊച്ചി കോർപ്പറേഷന്റെ ബ്രഹ്മപുരം പ്ലാന്റ് പ്രതിസന്ധിയിലായപ്പോ ഈ ചുറ്റുമുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായില്ലേ? അപ്പൊ ഒരു കാര്യം ഉറപ്പല്ലേ, അവിടെ മാലിന്യം സംസ്കരിക്കുന്നതും അതിനെ ആശ്രയിച്ചിരുന്നതും കൊച്ചി മാത്രമല്ലല്ലോ. അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൊച്ചി മാത്രമല്ലല്ലോ, എല്ലാവർക്കും അതിൽ ബാധ്യസ്ഥയില്ലേ? 31-ന് വാഹന പ്രചരണ ജാഥ അവസാനിക്കും. K. മുരളീധരനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ബ്രഹ്മപുരം തീപിടുത്തത്തിനു ശേഷം മാലിന്യ നീക്കം പുനഃസ്ഥാപിച്ചുവെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും കെട്ടിക്കിടക്കുകയാണ്. ജൂൺ 4-ന് മൺസൂൺ എത്തുന്നതോടെ നീക്കം പ്രതിസന്ധിയിലായേക്കും. ഇത് മുന്നിൽ കണ്ടാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കം. ന്യൂസ് 18 കൊച്ചി. പൊന്നമ്പലമേട്ടിൽ കടന്നുകയറി പൂജ നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസ് ഇന്ന് പരിഗണിക്കും. കേസിൽ സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഇന്ന് വിശദീകരണം നൽകിയേക്കും. ദേവസ്വം ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കണമലയിലെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ സർക്കാർ വകുപ്പുകൾക്കെതിരെ വിമർശനം തുടർന്ന് ജോസ് കെ മാണി. പോലീസിനും വനം വകുപ്പിനുമെതിരെ പ്രസ്താവന ഇറക്കിയ ജോസ് കെ മാണി പൊതുപരിപാടികളിലും നിലപാട് തുടരുകയാണ്. LDFൽ എത്തിയ ശേഷം ഇതാദ്യമായാണ് ജോസ് നിലപാട് കടുപ്പിക്കുന്നത്. വനം വകുപ്പിനെ മാത്രമല്ല മുഖ്യമന്ത്രി ഭരിക്കുന്ന പോലീസ് വകുപ്പിനെതിരെയും ജോസ് കെ മാണി പ്രസ്താവന ഇറക്കിയിരുന്നു. ഇടതുമുന്നണിയിലെത്തിയ ശേഷം ആദ്യഘട്ടത്തിൽ പല വിഷയങ്ങളിലും ജോസ് മൗനത്തിലായിരുന്നു. ബഫർ സോൺ വിഷയം വന്നപ്പോൾ കാര്യങ്ങൾ പതുക്കെ മാറി. എങ്കിലും സർക്കാർ വകുപ്പുകൾക്കെതിരെ ഇത്രയും തുടർ പ്രതികരണങ്ങൾ ഇതാദ്യമാണ്. ഇങ്ങനെയുള്ള മൃഗങ്ങൾ പുറത്തേക്ക് വന്നാൽ ഒന്നെങ്കിൽ ഷൂട്ട് അറ്റ് സൈറ്റ്, വെടിവെച്ച് കൊല്ലണം. അതാണ് നമ്മൾ. കാരണം നമുക്ക് രക്ഷ വേണ്ടത്, സംരക്ഷണം കൊടുക്കേണ്ടത് മനുഷ്യനാണ്. അതല്ലെങ്കിൽ ഇതിനെ പിടിച്ച് കൂട്ടിലടച്ച് വേറെ എവിടെയെങ്കിലും, ഇവിടെയല്ല, അതിലേക്ക് പോകണം. ഇന്ന് ഫോറസ്റ്റ് വനവുമായി ബന്ധപ്പെട്ട് വനത്തിലെ ഉദ്യോഗസ്ഥർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് പരിമിതികളുണ്ട്. അവരുടെ ലക്ഷ്യം വനത്തിനെ സംരക്ഷിക്കുക, മൃഗങ്ങളെ സംരക്ഷിക്കുക, മനുഷ്യനെ അല്ല. അങ്ങനെയാണെങ്കിൽ പോലീസൂടെ ഇടപെട്ടുകൊണ്ട് അതിലിറങ്ങി സംരക്ഷണം കൊടുക്കുവാനായിട്ടുള്ള തീരുമാനമുണ്ടാകണം. കത്തോലിക്ക സഭ ഉൾപ്പെടെ സർക്കാരിനെതിരെ കടുത്ത നിലപാട് തുടരുന്നതും ജോസിന് സമ്മർദ്ദമായിട്ടുണ്ട്. ജോസഫ് വിഭാഗം പോലും സംസ്ഥാന തലത്തിൽ കടുത്ത പ്രതിഷേധം നടത്താതെ നിൽക്കുമ്പോഴാണ് ജോസിന്റെ വിമർശനങ്ങൾ. കേട്ടിട്ടുണ്ടോ? IPCയിൽ പോലും സ്വയരക്ഷയ്ക്ക് വേണ്ടി നമുക്കൊരു മനുഷ്യനെ കൊലപ്പെടുത്താം, നമുക്ക് കീഴ്പ്പെടുത്താം, നിയമത്തിന് മുമ്പിൽ നമുക്ക് പരിരക്ഷയുണ്ട്. പക്ഷേ
ഒരു വന്യമൃഗത്തിനെ കൊലപ്പെടുത്തിയാൽ നമ്മൾ ജയിലിൽ പോവുക. അപ്പോൾ ഇതിലൊരു മാറ്റം നമുക്ക് ഈ പറയുന്ന 1972 നിയമത്തിൽ ഭേദഗതി ഉണ്ടാകണം. ആ ഭേദഗതി ഇന്ന് കേന്ദ്രം നടത്തണം. സംസ്ഥാന സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ലോബിങ് ആവശ്യമാണ്. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നീങ്ങേണ്ടതുണ്ട്. അപ്പൊ നിയമം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞു പോയാൽ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാതെ വരും. ജോസ് കെ മാണി UDF എത്തണമെന്ന് 2 ആഴ്ച മുൻപാണ് ന്യൂസ് 18 അഭിമുഖത്തിൽ KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞത്. ക്ഷണം ജോസ് നിരസിച്ചുവെങ്കിലും സർക്കാരിനൊപ്പം നിൽക്കേണ്ട സമയത്ത് ജോസിന്റെ സർക്കാർ വിരുദ്ധ പ്രതികരണങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യമേറെയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഭരണ പ്രതിപക്ഷ യൂണിയനുകളുടെ പണിമുടക്ക് ഭീഷണി അവഗണിച്ച് സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുന്ന നടപടിയുമായി KCB മുന്നോട്ട്. ടെൻഡർ സമർപ്പിച്ച 4 കമ്പനികൾ ഇന്ന് 3 പേരെ തെരഞ്ഞെടുത്തത് തുടർ നടപടികളിലേക്ക് കടന്നു. സംഘടനകളുടെ എതിർപ്പ് ഒഴിവാക്കാൻ ഇടത് ട്രേഡ് യൂണിയനുകളുമായി വൈദ്യുത മന്ത്രി ഇന്ന് ചർച്ച നടത്തും. രാവിലെ 11 മണിക്കാണ് യോഗം. സ്മാർട്ട് മീറ്റർ സംബന്ധിച്ച് സർക്കാർ നിയമപരമായ തീരുമാനമെടുക്കുമെന്നതുവരെ ടെൻഡർ നടപടികൾ നിർത്തിവെക്കുമെന്നാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി യൂണിയനുകൾക്ക് ഉറപ്പ് നൽകിയത്. അതേസമയം അടുത്ത മാസം 10 മുമ്പ് ടെൻഡർ ഇവാലുവേഷൻ നടപടികൾ പൂർത്തിയാക്കാനാണ് ബോർഡിന്റെ നീക്കം. AI ക്യാമറ വിവാദത്തിൽ വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കായി സർക്കാർ നിയോഗിച്ച സാങ്കേതിക സമിതി ഇന്ന് യോഗം ചേരും. ഗതാഗത സെക്രട്ടറി ബിജു പ്രഭാകരന്റെ അധ്യക്ഷതയിലുള്ള സമിതിയിൽ വ്യവസായ, ധന, IT വകുപ്പുകൾ പ്രതിനിധികളും ഗതാഗത കമ്മീഷണറുമാണ് അംഗങ്ങളാവുക. ജൂൺ 5 മുതൽ പിഴ ഈടാക്കുന്നതിന്റെ തയ്യാറെടുപ്പുകളും കെൽട്രോണുമായുള്ള അന്തിമ കരാറിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളും ചർച്ച ചെയ്യും. 3 മാസത്തിനിടെ സമഗ്ര കരാറിലേക്ക് പോയാൽ മതിയെന്നാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. അതേസമയം ക്യാമറകളുടെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ആൾമാറാട്ടത്തിൽ പ്രതികളുടെ അറസ്റ്റ് ഉടനുണ്ടാകും. കേരള യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരുടെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി. ആൾമാറാട്ടം നടന്നത് സാധൂകരിക്കുന്ന മൊഴിയാണ് ഉദ്യോഗസ്ഥരുടേത്. കേസിൽ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് പ്രിൻസിപ്പൽ GJ ഷൈജു 1-ാം പ്രതിയും SFI നേതാവ് വിശാഖ് 2-ാം പ്രതിയുമാണ്. ആൾമാറാട്ടം നടത്തി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ UUC പട്ടികയിൽ ഇടം നേടിയ SFI നേതാവിന് മത്സരിക്കാനുള്ള യോഗ്യതയുമില്ലെന്ന വിവരവും പുറത്തുവന്നിരുന്നു. ലിങ്തോ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം 22 വയസ്സുവരെ മാത്രമേ മത്സരിക്കാൻ കഴിയൂ. എന്നാൽ 1998 ജനിച്ച വിശാഖിന് 24 വയസ്സ് കഴിഞ്ഞു. അത് മറച്ചുവെച്ചാണ് പ്രിൻസിപ്പൽ വിശാഖിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിവരാം. തിരികെ വാർത്തയിലേക്ക്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും ഇന്ന് ഡൽഹിയിലെത്തും. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. കർണാടക മന്ത്രിസഭാ വികസനത്തിൽ ചർച്ചകൾ നടത്തും. മറ്റ് മന്ത്രിമാർ ആരൊക്കെയെന്നും അവരുടെ വകുപ്പുകൾ ഏതൊക്കെയാണെന്നതിലും ചർച്ചകൾ നടക്കും. ഹൈക്കമാൻഡിന്റെ അനുമതിയോടെയാകും മറ്റ് മന്ത്രിമാരെ പ്രഖ്യാപിക്കുക. പുതിയ പാർലമെന്റ് മന്ദിര ഉദ്ഘാടനം ബഹിഷ്കരിക്കാൻ പ്രതിപക്ഷ പാർട്ടികളുടെ നീക്കം. തൃണമൂൽ കോൺഗ്രസും ആം ആദ്മിയും CPM-ഉം ബഹിഷ്കരണം പ്രഖ്യാപിച്ചു. കോൺഗ്രസും ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ചേക്കുമെന്നാണ് സൂചന. മറ്റ് പാർട്ടികളുടെ തീരുമാനം ഇന്നറിയാം. പുതിയ പാർലമെന്റ് സമുച്ചയവും രാഷ്ട്രപതിയെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാത്തത് രാഷ്ട്രപതിയെ അപമാനിക്കലാണെന്ന് ആരോപിച്ചാണ് ബഹിഷ്കരണം. സമരം കടുപ്പിച്ച ഗുസ്തി താരങ്ങൾ. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷൺ ശരൺ സിംഗിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ നടപടി വൈകുന്നതിനെതിരെ തുടർന്നാണ് ഗുസ്തി താരങ്ങളുടെ സമരം. മെയ് 28-ന് ഉദ്ഘാടനം ചെയ്യുന്ന സെൻട്രൽ വിസ്തയ്ക്ക് മുൻപിൽ പ്രതിഷേധിക്കാനാണ് താരങ്ങളുടെ തീരുമാനം. അതുവരെ ജന്തർ മന്ദിറിലെ പ്രതിഷേധം തുടരും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് മുംബൈയിലെത്തും. ശിവസേന ബാലാസാഹബ് താക്കറെ, പാർട്ടി അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുമായി NCP അധ്യക്ഷൻ ശരത് പവാറുമായും കൂടിക്കാഴ്ച നടത്തും. വൈകിട്ട് 4 മണിയോടെയാണ് ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടക്കുക. നാളെയാകും ശരത് പവാറിനെ കെജ്രിവാൾ സന്ദർശിക്കുക. ഡൽഹിയിലെ കേന്ദ്ര ഓർഡിനൻസിനെതിരെ പ്രതിപക്ഷ ഐക്യം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച. ഇന്നലെ കെജ്രിവാൾ മമതാ ബാനർജിയുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പരസ്പരം പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസിയും. നരേന്ദ്രമോദിയെ ബോസ് എന്നാണ് ആൽബനീസ് വിശേഷിച്ചപ്പോൾ ആൽബനീസിനെ ഉറ്റ സ്നേഹിതനെന്നാണ് നരേന്ദ്രമോദിയും പ്രതികരിച്ചത്. സിഡ്നിയിൽ കലാപരിപാടികൾ അടക്കം ഒരുക്കിയാണ് പ്രധാനമന്ത്രിയെ ഇന്ത്യൻ വംശജർ സ്വാഗതം ചെയ്തത്.
സിഡ്നിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് ഇന്ത്യൻ സമൂഹം ഒരുക്കിയത്. പ്രശസ്ത റോക്ക് സ്റ്റാർ ബ്രൂസ് സ്പ്രിങ്സ്റ്റീൻ ഓസ്ട്രേലിയയിലെത്തിയപ്പോൾ ലഭിച്ചതിനേക്കാൾ മികച്ച സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞ ആന്റണി അൽബനീസി നരേന്ദ്രമോദി ബോസാണെന്നും അഭിപ്രായപ്പെട്ടു. ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ സമൂഹത്തിന് വളർച്ച സന്തോഷിപ്പിക്കുന്നു. ഈ ചെറിയ ഇന്ത്യയെ തിരിച്ചറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ടെന്നും പരസ്പര വിശ്വാസവും ബഹുമാനവുമാണ് ഇന്ത്യ ഓസ്ട്രേലിയ ബന്ധത്തിന് ആധാരമെന്നും അൽബനീസി കൂട്ടിച്ചേർത്തു. I said to my friend the Prime Minister before, the last time I saw someone on the stage here was Bruce Springsteen, and he didn't get the welcome that Prime Minister Modi has got. Prime Minister Modi is the boss. ഉറ്റ സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചാണ് അൽബനീസിയുടെ വിശേഷണങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി നൽകിയത്. താങ്ക് യു മൈ ഫ്രണ്ട് ആന്റണി. ये लिटिल इंडिया ऑस्ट्रेलिया के विकास में भारतीय समुदाय के योगदान का भी एक रिकॉग्निशन है. 9 വർഷത്തിനിടെ ഇത് രണ്ടാം തവണയാണ് നരേന്ദ്രമോദി ഓസ്ട്രേലിയയിൽ സന്ദർശനം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകാൻ അമേരിക്കയിലെ ഇന്ത്യക്കാർ. പ്രധാനമന്ത്രിയുടെ വരവിന് 2 ദിവസം മുൻപ് 20 പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ യൂണിറ്റി ഡേ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ജൂൺ 22-നാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. പ്രസിഡന്റ് ജോ ബൈഡനും പ്രഥമ വനിത ജിൽ ബൈഡനും ക്ഷണം നൽകിയതിനു ശേഷമുള്ള ആദ്യ യുഎസ് സന്ദർശനമാണിതെന്നിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ഏറെ പ്രാധാന്യവുമുണ്ട്. പ്രധാനമന്ത്രിയെ ആദരിക്കുന്നതിനായി ജൂൺ 22-ന് യുഎസ് പ്രസിഡന്റും സംഘടിപ്പിക്കുന്ന അത്താഴ വിരുന്നും സന്ദർശനത്തിലുണ്ട്. പി പത്മരാജന്റെ അമൃതേത്ത് എന്ന ചെറുകഥയെ ആസ്പദമാക്കി നിർമ്മിച്ച പ്രാവ് എന്ന ചലച്ചിത്രത്തിന്റെ പ്രൊമോഷൻ ലോഞ്ച് നടന്നു. നവാസ് അലി രജനിയും സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ അമിത് ചക്കാലക്കൽ, സാബുമോൻ, കെ യു മനോജ്, യാമി സോന തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. സിഇടി സിനിമയുടെ ബാനറിൽ സുരക്കുട്ടി മജുമോളും തകഴി രാജശേഖരനുമാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. പ്രൊമോഷൻ ലോഞ്ച് പത്മരാജന്റെ പത്നി രാധാലക്ഷ്മിയും ട്രസ്റ്റ് ചെയർമാൻ വിജയകൃഷ്ണനും ചേർന്ന് നിർവഹിച്ചു. ഐപിഎല്ലിൽ എലിമിനേറ്റർ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ജയിക്കുന്നവർ രണ്ടാം ക്വാളിഫയറിൽ വെള്ളിയാഴ്ച ഗുജറാത്തിനെ നേരിടും. തോൽക്കുന്നവർക്ക് പുറത്താകുമെന്നതിനാൽ മുംബൈക്കും ലക്നൌവിനും ജീവൻ മരണ പോരാട്ടമാണിത്. അതേസമയം ആദ്യ ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 15 റൺസിന് തോൽപ്പിച്ച ചെന്നൈ സൂപ്പർ കിങ്സ് ഫൈനലിലെത്തി. ചെന്നൈക്കെതിരെ 173 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഗുജറാത്തിന് 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. 60 റൺസ് നേടിയ ഋതുരാജ് ഗേക്വാദാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ. തോറ്റതോടെ നിലവിലെ ചാമ്പ്യന്മാരായ ഗുജറാത്തിന്റെ രണ്ടാം ക്വാളിഫയർ എന്ന നോക്കൌട്ട് കടമ്പയിൽ എതിരാളി ആരെന്നും ഇന്നറിയാം. ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.